അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാനുള്ള തരത്തിലുള്ള കാഴ്ച അനുഭവിച്ച കുറേ ആളുകളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അവർ കാണുന്നത് പിന്നെ എല്ലാ രൂപങ്ങളിലും അല്ലാഹു ആയിരിക്കും എന്നുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഈമാനാണ് ഏറ്റവും നല്ല നിഅമത്ത്, ഏറ്റവും അഫ്ളലായിട്ടുള്ള നിഅമത്ത്. അഥവാ ഒരാൾ വിശ്വാസിയായി എന്നാൽ അവനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് അത്. ഓക്കെ, പിന്നെ ഈമാനിനെ പറ്റിയിട്ടും ഇഹ്സാനിനെ പറ്റിയിട്ടും ഇസ്ലാമിനെ പറ്റിയിട്ടും അതെന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, വഅലം, നീ അറിയും അന്നൽ ഈമാന് അഫ്ളലു നിഅമി അലൽ ഇത്ലാഖി, മുത്തലക്കായി നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. വഇദാ അലിംത, നീ അറിഞ്ഞാൽ അന്നല്ലാഹ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല അക്റമക ബിഹ, ആ ഈമാൻ കൊണ്ട് നിന്നെ ബഹുമാനിച്ചു, ആ നിഅമത്ത് കൊണ്ട് ബഹുമാനിച്ചു എന്ന് നീ മനസ്സിലാക്കിയാൽ, വഹബ്ബബ ഇലൈക്കൽ ഈമാന, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ ഈമാനിനെ നിന്നിലേക്ക് ഇഷ്ടപ്പെടുത്തി ആഗ്രഹിപ്പിച്ചു എന്നൊക്കെ നീ മനസ്സിലാക്കിയാൽ, വകറഹ ഇലൈക്കൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാന, അതുപോലെ കുഫർ, ഫിസ്ഖ്, തെറ്റ് ചെയ്യുക, കാഫിറായി പോവുക, നിഷേധിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിന്നിലേക്ക് വെറുപ്പായിട്ട് തോന്നിപ്പിച്ചാൽ, ഫളലൻ മിൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഫളിലായിട്ട്, വ നിഅമത്തായിട്ട്, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നിലേക്ക് ഇങ്ങനെയൊക്കെ നിഅമത്ത് ചെയ്തു തന്നു എന്ന് നീ അറിഞ്ഞാൽ, ബിലസ്തിഹ്കാകിൻ ലിഅഹദിൻ അലൈഹി, ബിലസ്തിഹ്കാകിൻ, ഒരു ഹക്കും ഇല്ലാതെ, അഥവാ നിനക്ക് ഒരു ബന്ധപ്പെട്ട ഹക്കൊന്നുമില്ല, എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഈമാൻ നൽകി, നിന്നെ മഹത്വപ്പെടുത്തി എന്ന് നീ മനസ്സിലാക്കിയാൽ, വമയ്യസക അൻ കസീരിൻ മിൻ അംസാലിക ബിദാലിക, വമയ്യസക, നിന്നെ വ്യതിരക്തനാക്കി, വ്യത്യാസപ്പെടുത്തി, അൻ കസീരിൻ മിൻ അംസാലിക, നിന്നെ പോലത്തെ കുറേ ആളുകളിൽ നിന്ന്, അഥവാ നിന്നെ പോലത്തെ കുറേ ആളുകൾ വിശ്വസിക്കാതെ അവിശ്വാസികളായി ജീവിക്കുന്നവരുണ്ട്, അവരിൽ നിന്നൊക്കെ നിന്നെ പ്രത്യേകമാക്കി എന്ന് നീ മനസ്സിലാക്കിയാൽ, ഫഖ്ദിർ ഹാദിഹി നിഅമത ഖദറഹ, ഫഖ്ദിർ, നീ കണക്കാക്ക്, ഹാദിഹി നിഅമത, ഈ ഒരു നിഅമത്തിന് നീ കണക്കാക്ക്, ഖദറഹ, അതിൻ്റെ ഖദർ, അഥവാ അത് നല്ല രൂപത്തിൽ ഗൗനിച്ച് പരിഗണിക്കണം, വക്കും, നീ നിൽക്ക്, ബിവാജിബി ശുക്രിഹ, അതിന് ശുക്ർ ചെയ്യുന്നവനായിട്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് ചെയ്തു തന്നു, അതിന് ശുക്ർ ചെയ്യുന്നവനായിട്ട് നീ എപ്പോഴും ഉണ്ടാവണം. ഫഇന്നഹ അസാസു സലാമത്തി വൽ കറാമ, ഫഇന്നഹ, അങ്ങനെ എപ്പോഴും ശുക്ർ ചെയ്യുന്നവനായി, അതുപോലെ അതിൻ്റെ നിഅമത്തിനെ പരിഗണിക്കുന്നവനായി നിൽക്കുക എന്നുള്ളതാണ് അസാസു സലാമത്തി, സലാമത്തിൻ്റെ, രക്ഷയുടെ അടിസ്ഥാനം. അതുപോലെ വൽ കറാമത്തിൻ്റെയും അടിസ്ഥാനം അത് തന്നെയാണ്. എന്താണ് ഈ സലാമത്ത്, എന്താണ് കറാമത്ത് എന്ന് പറയും. അമ്മ സലാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ, രക്ഷപ്പെടൽ എന്ന് പറഞ്ഞാൽ എന്താ, ഫീഹ തകൂനു നജാതു ബിഔനില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു ഫീഹ, ആ സലാമത്തിലാണ് ഉണ്ടാകുന്നത്, അന്നജാതു ബിഔനില്ലാഹി തആല, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ രക്ഷപ്പെടും, മിൻ അഹ്വാലി അൽ ഖബരി, ഖബറിൻ്റെ ഭീതിയിൽ നിന്ന്, വൽ ഖിയാമത്ത്, ഖിയാമത്തിൻ്റെ ഭീതിയിൽ നിന്ന്, വൽ മീസാനി, മീസാൻ്റെ ഭീതിയിൽ നിന്നും, വസ്സിറാത്തി, സിറാത്ത് പാലത്തിൻ്റെ ആ ഭയാനകമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും, വന്നാരി, നരകത്തിൻ്റെ ആ ഭയാനകമായ അന്തരീക്ഷത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും, വമിനത്തുറദി, അതുപോലെ ഹൗദുൽ കൗസർ വെള്ളം കുടിക്കാൻ പോകുമ്പോൾ ആട്ടപ്പെടുന്ന ആ രൂപത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും, വൽ ബുഅദി, അതുപോലെ സ്വർഗത്തോട് അടുക്കാത്ത രൂപത്തിൽ നരകത്തിലേക്ക് ആട്ടപ്പെടുന്ന അവരുടെ കൂട്ടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും, വൽ ഗളബി, അള്ളാഹുവിൻ്റെ ദേഷ്യം ചെന്ന് ഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. നമ്മളൊക്കെ എങ്ങനെ ചെയ്താൽ, ശുക്ർ ചെയ്താൽ, അതാണ് സലാമത്ത് എന്ന് പറഞ്ഞാൽ. അമ്മൽ കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഫബിഹ, ആ കറാമത്ത് കൊണ്ടാണ്, തനാലു നഈമൽ ഖബരി മിൻ ഇത്തിസാഇഹി, തനാലു നഈമൽ ഖബരി, ഖബറിലെ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ലഭിക്കും, മിൻ ഇത്തിസാഇഹി, ആ ഖബർ വിശാലമാവുക എന്നുള്ളത്,
വൽ അനീസി സ്വാലിഹി ഫീഹി, വൽ അനീസി സ്വാലിഹി, ഒരു നല്ല കൂട്ടുകാരനെ ലഭിക്കുക, ഫീഹി ആ ഖബറിൽ. അപ്പോൾ അതൊക്കെ അതിൻ്റെ നിഅമത്തിൽപ്പെട്ടതാണ്, കറാമത്തിൽപ്പെട്ടതാണ്. വഫത്ഹി ബാബിൻ, ഒരു വാതിൽ തുറയുക, ഇലൽ ജന്നത്തി, സ്വർഗത്തിലേക്ക്. ദുഖൂലി റൂഹിക ഇലൈഹി, നിൻ്റെ റൂഹ് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഖബറിൽ നിന്ന് തന്നെ ഒരു വാതിൽ ഇങ്ങോട്ട് തുറക്കപ്പെടുക, സ്വർഗത്തിലേക്ക് തുറക്കപ്പെടുക എന്നുള്ളതൊക്കെ അള്ളാഹുവിൻ്റെ കറാമത്തിൽപ്പെട്ടതാണ്. അഥവാ അള്ളാഹു നിനക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. വനഈമുൽ ജന്നത്തി മിനൽ ഹൂരി വൽ ഖുസൂരി, വനഈമുൽ ജന്നത്തി, സ്വർഗത്തിലെ അനുഗ്രഹങ്ങളും, മിനൽ ഹൂരി, ഹൂറുൽ ഈങ്ങളെ തന്നിട്ട് നമ്മൾ എന്താവും, അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കും. വൽ ഖുസൂരി, ഒരുപാട് മാളികകൾ തന്നിട്ട് അള്ളാഹു നമ്മളെ സംതൃപ്തരാക്കും. വ അൻവാഉൽ മലാബിസി വൽ മആകിലി വൽ മശാരിബി, അൻവാഉൽ മലാബിസി, ഒരുപാട് ഐറ്റംസ് രൂപത്തിലുള്ള, വ്യത്യസ്ത രൂപത്തിലുള്ള ഡ്രസ്സുകൾ. അതുപോലെ വൽ മആകിലി, ഭക്ഷണ സാധനങ്ങൾ, കുടിപാനീയങ്ങൾ. വൽ മശാരിബി, കുടിപാനീയങ്ങൾ. വൻ നദിരി ലിവജ്ഹില്ലാഹിൽ കരീം, അള്ളാഹുവിൻ്റെ ആ പവിത്രമായ മുഖത്തേക്ക് നോക്കാനുള്ള സൗഭാഗ്യവും നമുക്ക് ലഭിക്കും. അതാണ് കറാമത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കറാമത്തും ആ സലാമത്തും ലഭിക്കണമെങ്കിൽ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ മുഅ്മിനായിട്ട് ജീവിപ്പിച്ചു എന്നുള്ളതിന് വേണ്ടിയിട്ട് ശുക്ർ ചെയ്യണം. ഓക്കെ. വഖീല, ചോദിക്കപ്പെട്ടു, ലാ കലിമത്ത അഹബ്ബ ഇലല്ലാഹി, അള്ളാഹുവിൽ ലാ കലിമത്ത്, ഒരു കലിമത്തുമില്ല, അഹബ്ബ ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ള കലിമത്തില്ല, വല അഅ്ളമ ഇൻദഹു, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വണ്ണമായിട്ടുള്ള ഒരു കലിമത്തുമില്ല, ശുക്രൻ മിൻ ഖൗലിൽ അബ്ദി, ശുക്രൻ, ശുക്രാൽ, അഥവാ ശുക്ർ ചെയ്യുന്ന രൂപത്തിൽ. അപ്പോൾ ശുക്ർ ചെയ്യാൻ ഏറ്റവും നല്ല കലിമത്ത് ഏതാണ് എന്നാണ് പറയുന്നത്. മിൻ ഖൗലിൽ അബ്ദി, ഒരു അടിമ പറയുകയാണെങ്കിൽ, ഒരു അടിമ ശുക്ർ ചെയ്യുകയാണെങ്കിൽ ഏത് കലിമത്താണ് പ്രയോഗിക്കേണ്ടത്? അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സ്തുതി. അല്ലദീ അൻഅമ അലൈന, എങ്ങനത്തെ അള്ളാഹുവാണ് അൻഅമ അലൈന, നമ്മുടെ മേലിൽ അനുഗ്രഹങ്ങൾ വർഷിപ്പിച്ചു തന്നു. വഹദാന ലിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ പാതയിലേക്ക് നമ്മെ വഴി നടത്തി. അങ്ങനത്തെ അള്ളാഹുവിനാണ് ഏറ്റവും സ്തുതി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ശുക്റിൻ്റെ, കൃതജ്ഞതയുടെ പദം എന്നുള്ളതാണ്. ഓക്കെ. വഖദ് ഖാല സയ്യിദുന യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട്, തവഫനി മുസ്ലിമൻ, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് പറഞ്ഞിട്ടുണ്ട്, തവഫനി, എന്നെ മരിപ്പിക്കണമേ, മുസ്ലിമൻ, മുസ്ലിമായിട്ട് മരിപ്പിക്കണമേ, വ അൽഹക്കിനി, എന്നെ ചേർക്കണമേ, ബിസ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽ ചേർക്കണമേ. ഈ ഒരു വാക്ക് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണ്, അപ്പോൾ മുസ്ലിമാണ് എന്ന് ഉറപ്പാണല്ലോ. പിന്നെ അതുപോലെ തന്നെ സ്വാലിഹാണെന്ന് പറയുമ്പോൾ നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്തവനാണ്, നബിയാണല്ലോ. അപ്പോൾ സ്വാലിഹാണ് എന്ന് ഉറപ്പാണ്. എന്നിട്ടും എന്തിനാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഒരു പ്രവർത്തനം, ഈ ഒരു വാക്ക് പറഞ്ഞത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള ഒരു ശുക്റായിട്ടുള്ള രൂപത്തിലാണ് നമ്മളതിനെ വായിക്കുക. അള്ളാഹുവേ, എന്നെ നീ ഈ ഒരു രൂപത്തിലൊക്കെ ആക്കിയല്ലോ, നല്ല രൂപത്തിൽ മരിപ്പിക്കണമേ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോടുള്ള ഒരു ശുക്റായിട്ടാണിത് രൂപാന്തരപ്പെടുന്നത്. വലൗലം യക്കുൻ ഫീദാലിക്ക, ഈ ഒരു ഖൗലിൽ, ഈ ഒരു വാക്കിൽ ഇല്ലെങ്കിൽ, ഇല്ലൻ നജാത്ത മിൻ ശദാഇദിൽ ഖിയാമത്തി, ഖിയാമത്തിൻ്റെ ഭീതിതമായ അന്തരീക്ഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ഖൗലിൽ ഉള്ളതെങ്കിൽ, അല്ലത്തി യഖൂലു ഫിഹൽ അംബിയാഉ, എങ്ങനത്തെ ഭീതിതമായിട്ടുള്ള അന്തരീക്ഷമാണ്? യഖൂലു ഫിഹൽ അംബിയാഉ, അംബിയാക്കൾ പറയുന്നുണ്ട്, ആ അവസരത്തിൽ അംബിയാക്കൾ പറയും, വറുസുലു, പ്രവാചകന്മാരൊക്കെ പറയും, നഫ്സി നഫ്സി, എൻ്റെ നഫ്സ് എന്ന് പറയും, ലാ അസ്അലുക്കൽ യൗമ ഇല്ലാ നഫ്സി, അള്ളാഹുവേ, നിന്നോട് ഞാൻ എൻ്റെ നഫ്സിനെ കുറിച്ച് മാത്രമാണ് ചോദിക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു അവസരത്തിൽ എന്തിനാണ് തവഫനി മുസ്ലിമിൻ വ അൽഹഖ്നി ബിസ്സാലിഹീൻ എന്ന് പറഞ്ഞിട്ട് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത്? അത് അള്ളാഹുവിനോടുള്ള ശുക്ർ കാണിക്കാനാണ് എന്നുള്ളതാണ്. ഓക്കെ. വലൗ കാന ലിർറജുലി, ഒരാൾക്കുണ്ടെങ്കിൽ അമലു സബഈന നബിയൻ, 70 നബിമാരുടെ പ്രവർത്തനമുണ്ടെങ്കിൽ, ലظന്ന, അദ്ദേഹം വിചാരിക്കും, ആ പുരുഷൻ വിചാരിക്കും, അന്നഹു, അവൻ, ലാ യുസ്ലമു, അവൻ രക്ഷപ്പെടുകയില്ല, അന്നഹു ലാ യുസ്ലിം, അവൻ രക്ഷപ്പെടുകയില്ല, ലക്കാന ദാലിക കാഫിയ, അങ്ങനെ അവന് തവാളു കൊണ്ട്, അഥവാ
അവൻ ഒരു പ്രവർത്തനവും ചെയ്തിട്ടില്ല എന്നവൻ ഭാവിക്കുകയും അങ്ങനെ അള്ളാഹുവിനോട് നേരെ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ തവഫനി മുസ്ലിമിൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ എന്ന് ദുആ ചെയ്താൽ അള്ളാഹു വിചാരിക്കുന്നത് എന്താണ്? അള്ളാഹു ഇവൻ്റെ പവിത്രമായിട്ടുള്ള ആ പദവി ഒന്നും കൂടെ ഏറ്റിക്കൊടുക്കും. അങ്ങനെ ലക്കാന ദാലിക കാഫിയ, അത് അവനക്ക് മതി. അഥവാ അതവനക്ക് മതി എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഈ ഒരു പ്രവർത്തനം ഏറെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നാണ് പറഞ്ഞു വന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഇസ്ലാം എന്നാൽ എന്താണ്? വെറും നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലാണോ, അതോ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണോ? എന്താണ് ഇസ്ലാം? അമ്മൽ ഇസ്ലാം, ഇനി ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഫഹുവ, അത് അൽ ഇംതിസാലു അംഗീകരിക്കുക, വൽ ഇൻഖിയാദു കീഴ്പ്പെട്ട് ജീവിക്കുക, ലിമാ ജാഅ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യം. മിമ്മ ഉലിമ മിനദ്ദീനി, മിമ്മ ഒന്ന്, ഉലിമ അത് അറിയപ്പെട്ടിട്ടുണ്ട്, മിനദ്ദീനി ദീനിൽ, ബിൽ ലറൂറത്തായിട്ട് അഥവാ സർവ്വസാധാരണയായിട്ട് എല്ലാവർക്കും സുപരിചിതമായ രൂപത്തിൽ അറിയപ്പെട്ട, ദീനിൽ അറിയപ്പെട്ട ഒരു കാര്യം, അത് നമ്മളെന്താവുക വിശ്വസിക്കുക. നിസ്കാരം പോലെ, നോമ്പ് പോലെ, സക്കാത്ത് പോലെ. വൽ മുറാദു ബിൽ ഇംതിസാലി, നമ്മളിവിടെ ഇംതിസാല് എന്ന് പറഞ്ഞിട്ടാണ് പദപ്രയോഗം തുടങ്ങിയത്. ഓക്കെ, എന്താണ് ഇംതിസാൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താ? അൽ ഇഖ്റാറു അൽ ലിസാനി, നാവ് കൊണ്ട് നമ്മൾ ഉച്ചരിക്കണം. ബി ജമീഇ മാ ജാഅ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താവണം? നാവ് കൊണ്ട് അതിനെ വ്യക്തമായിട്ട് തന്നെ അംഗീകരിക്കണം. അശ്ശാമിലി ലി സുബൂത്തിൽ വഹ്ദാനിയത്തി ലില്ലാഹി തആല, അശ്ശാമിലി എങ്ങനത്തെ ഇഖ്റാറാണ്? അശ്ശാമിലി ഉൾക്കൊള്ളിപ്പിക്കുന്ന, ലി സുബൂത്തി വഹ്ദാനിയത്തി ലില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ് എന്നുള്ള രൂപത്തിൽ അംഗീകരിച്ചിട്ടാണ് നമ്മൾ പിന്നെ നാവ് കൊണ്ട് അംഗീകാരം നടത്തേണ്ടത്. ഓക്കെ, വസുബൂത്തി റിസാലത്തിൽ സയ്യിദന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പ്രവാചകരാണ് എന്ന് പറഞ്ഞിട്ടും നമ്മൾ എന്താവണം? അംഗീകരിക്കണം. വയഹ്സുലു ദാലിക, ഇത് കരസ്ഥമാകും. വയഹ്സുലു ദാലിക്കൽ ഇഖ്റാറു, ഈ ഒരു ഇഖ്റാർ അംഗീകരിക്കൽ കരസ്ഥമാവും. ബിൻ നുത്ഖി ബി ഷഹാദത്തൈനി, രണ്ട് ഷഹാദത്ത് ചൊല്ലിയാൽ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയാൽ ഇത് പരിപൂർണമായി കരസ്ഥമാവും. ഫഅലാ കുല്ലി ഹാലിൻ, അപ്പോൾ എല്ലാ നിലക്കും മദാറുൽ ഇസ്ലാമി, ഇസ്ലാമിൻ്റെ ഉത്ഭവം അഥവാ ഇസ്ലാം കിടക്കുന്നത് അലൻ നുത്ഖി ബി ഷഹാദത്തൈനി, ആ രണ്ട് ഷഹാദത്ത് ചൊല്ലിയാൽ ഇസ്ലാമായി എന്നുള്ള രൂപത്തിലാണ്. വലാ യകൂനുൽ ഇസ്ലാമു, ഇസ്ലാമാവുകയില്ല മുൻജിയായിട്ടുള്ള ഇസ്ലാമാവുകയില്ല, അഥവാ നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുത്തുന്ന ഇസ്ലാമാവുകയില്ല. ഇല്ലാ ഇദൻ ഇലൈഹി, ആ ഇസ്ലാമിലേക്ക് ചേർന്നാൽ ഒഴികെ. അൽ ഇദ്ആനുൽ ഖൽബി, നമ്മൾ ഹൃദയം കൊണ്ട് അംഗീകരിക്കണം, കീഴ്പ്പെട്ട് ജീവിക്കണം എന്നുള്ള ഒരു സംഗതി കൂടി അടങ്ങുമ്പോഴേ നമ്മുടെ ഇസ്ലാം പൂർണ്ണമാവുകയുള്ളൂ. അല്ലദീ ഹുൽ ഈമാൻ, അതാണ് ഈമാൻ. അപ്പോൾ എന്താണ് ഈമാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ വിശ്വസിക്കുന്ന കാര്യമാണ്, അഥവാ അത് പുറത്ത് കാണിക്കാൻ സാധിക്കില്ല. പുറത്ത് പ്രകടമാവുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങൾ, നിസ്കാരങ്ങൾ, സ്വലാത്തുകളൊക്കെയാണ്. അത് നമ്മൾ എത്ര ആത്മാർത്ഥതയോടെ കൂടെയാണോ ചെയ്തത്, അത് നമ്മുടെ ഹൃദയത്തിന് മാത്രമേ അറിയുള്ളൂ, അള്ളാഹുവിനും അറിയും. അപ്പോൾ ആ ഒരു രൂപത്തിൽ മുസ്ലിമാവുക എന്ന് പറയുമ്പോൾ ഹൃദയം കൊണ്ടും അംഗീകരിക്കണം എന്നുള്ളതാണ്. വബിദ, ഈ കാരണത്താൽ തുഅലമു അന്നൽ ഇസ്ലാമൽ മുൻജിയ വൽ ഈമാന, വബിദ ഈ ഒരു കാരണത്താൽ, അഥവാ ഹൃദയം കൊണ്ടും അംഗീകരിക്കണം ഇസ്ലാം ആവണമെങ്കിൽ എന്നുള്ളത് കാരണത്താൽ, തഅലമു നീ മനസ്സിലാക്കി, അന്നൽ ഇസ്ലാം അൽ മുൻജിയ രക്ഷപ്പെടുത്തുന്ന, അഥവാ നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുത്തുന്ന ഇസ്ലാം, വൽ ഈമാനും മുത്തലാസിമാനി, അത് രണ്ടും ഒരുമിച്ചുള്ളതാണ്. അഥവാ ഒരാൾ മുസ്ലിമായി എന്ന് പറയുമ്പോൾ അവൻ മുഅ്മിനായി എന്ന് പറയുമ്പോൾ അവൻ മുസ്ലിമായി. കാരണം അവൻ നാവ് കൊണ്ട് അംഗീകരിക്കുകയും ഹൃദയം കൊണ്ട് അംഗീകരിക്കുകയും ചെയ്യണം, എന്നാലേ മുഅ്മിനായി മുസ്ലിമായി എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, വലാകിൻ പക്ഷേ യുഷ്തറതു ഫി ഖബൂലിൽ ഇസ്ലാമി ബിഹിമ അന്നഫിയു വൽ ഇസ്ബാതു, യുഷ്തറതു ഫി ഖബൂലിൽ ഇസ്ലാമി ബിഹിമ,
ഏത് കാര്യങ്ങൾ കൊണ്ട്? നമ്മൾ ഈമാനെ കൊണ്ടും ഇസ്ലാം കൊണ്ടും അംഗീകരിച്ച് നമ്മൾ ഷഹാദത്തൊക്കെ ചൊല്ലിയിട്ട് ഇസ്ലാം സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമാണ്, ഷർത്താണ് അന്നഫി വൽ ഇസ്ബാത്തു, നഫി ചെയ്യണം. ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിരോധിക്കണം. വല്ല ഇസ്ബാത്തു, ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആണയിട്ട് പറയണം. ഫല യക്ഫി, നമുക്ക് മതിയാവുകയില്ല. അല്ലാഹു വാഹിദ്, അല്ലാഹു വാഹിദ് എന്ന് പറഞ്ഞിട്ട് നിർത്താൻ പറ്റൂല. വ മുഹമ്മദുൻ റസൂലുഹു, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനാണ്, അള്ളാഹു ഏകനായ ദൈവമാണ് എന്ന് പറഞ്ഞിട്ട് മാത്രം നമ്മളെന്താവരുത് ഇസ്ലാമിൻ്റെ വചനങ്ങൾ പറയാൻ പറ്റൂല. വഹുവ കൗലുൽ അക്സരി, ഇതാണ് അധിക പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. വ അലൈഹി ഷാഫിഇയ്യത്തു, ഷാഫിഈ മദ്ഹബുകാരൊക്കെ ഈ ഒരു വിഭാഗത്തിൻ്റെ മേലാണ്. അഥവാ വെറും ഒരാൾ വന്നിട്ട് അല്ലാഹു വാഹിദ് വ മുഹമ്മദുൻ റസൂലുഹു എന്ന് പറഞ്ഞാൽ അവന് വിശ്വാസിയായി എന്ന് നമ്മളെന്താവൂല, വിധി കൽപ്പിക്കുകയില്ല. നേരെ മറിച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിന് ശേഷം അവൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അനുയോജ്യമായ രൂപത്തിൽ നടന്നാലേ നമ്മളവന് മുസ്ലിമാണ് എന്ന് വിധി പറയുകയുള്ളൂ. അതാണ് അധിക പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. വക്കീല, ഒരു ഖീലയുണ്ട്, ലാ യുഷ്തർത്തു ദാലിക, ഈ കാര്യങ്ങളൊന്നും ഷർത്താവൂല. ബൽ, പക്ഷേ അൽ മദാറു അലാമ യദുല്ലു അലൽ ഇഖ്റാരി ലില്ലാഹി തആല ബിൽ വഹദാനിയത്തി, അൽ മദാറു മാനദണ്ഡം എന്താണ്? അലാമ യദുല്ലു അലൈഹി, അലാമ യദുല്ലു ഒരു കാര്യത്തിൻ്റെ മേൽ അറിയിക്കുന്ന രൂപമാണ്. എന്താണ് കാര്യം? അലൽ ഇഖ്റാറി ലില്ലാഹി തആല ബിൽ വഹദാനിയത്തി, അള്ളാഹു ഏകനാണ്, ഏകനായ ദൈവമാണ് എന്ന് പറയുന്ന രൂപത്തിൽ അറിയിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായാൽ മതി. അഷ്ഹദു എന്നുള്ള രൂപമൊന്നും വേണ്ട എന്നുള്ളതാണ് മറ്റു ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. ഓക്കെ, വലി സയ്യിദിന മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അള്ളാഹു ഏകനാണ് എന്ന് വിശ്വസിക്കാം. അങ്ങനെ അറിയിക്കുന്ന എന്തെങ്കിലും വാക്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി. അതുപോലെ വലി സയ്യിദിന മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾക്ക് വേണ്ടിയിട്ട് സാക്ഷ്യപ്പെടുത്തണം. ബിർ റിസാലത്തി, റിസാലത്ത് കൊണ്ട്, അഥവാ പ്രവാചകർ റസൂലാണ് എന്ന് പറഞ്ഞിട്ട് സാക്ഷ്യപ്പെടുത്തിയാൽ മതി. അതുപോലെ അള്ളാഹു ഏകനായ ദൈവമാണ് എന്ന് പറഞ്ഞിട്ട് സാക്ഷ്യപ്പെടുത്തിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് കഴിയും എന്നാണ് ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളത്. വഹുവൽ മുഅ്തമദു ഇൻദൽ മാലിക്കിയത്തി, മാലിക്കി മദ്ഹബുകാരൊക്കെ പറയുന്നത് ഈ ഒരു കൗലാണ്, ഈ ഒരു അഭിപ്രായമാണ്. വഅലൽ അവ്വലി, ഒന്നാമത്തെ അഭിപ്രായം, അഥവാ നമ്മൾ പറഞ്ഞു അഷ്ഹദു എന്നുള്ള രൂപം തന്നെ വരണം എന്നുള്ളത് പറഞ്ഞല്ലോ. ആ അഭിപ്രായ പ്രകാരം യുഷ്തറത്തു ഐലൻ, ഷർത്താണ് അൽ ഇത്തിയാനു ബിലഫ്ലി അഷ്ഹദു, അൽ ഇത്തിയാനു കൊണ്ടുവരണം, ബിലഫ്ലി അഷ്ഹദു, അഷ്ഹദു എന്നുള്ള പദം കൊണ്ടുവരണം. ബിഅൻ യഖൂല, അവൻ പറയണം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാലേ അവൻ്റെ ഇസ്ലാം പരിപൂർണമായി എന്ന് പറയുള്ളൂ. വയിഷ്തർത്തു, ഷറത്താണ് അൻ യഅരിഫ അൽ മഅന, അവന് അതിൻ്റെ അർത്ഥം കൂടെ മനസ്സിലാക്കണം, എന്നാലേ അവൻ്റെ ഇസ്ലാം പരിപൂർണമാവുകയുള്ളൂ എന്നുള്ളതുണ്ട്. വലോ ഇജ്മാലൻ, അത് മൊത്തത്തിലാണെങ്കിലും ശരി, എല്ലാ വേർഡിൻ്റെയും അർത്ഥം അറിയില്ലെങ്കിലും അവൻ മൊത്തത്തിൽ അവൻക്ക് അറിഞ്ഞാൽ മതി. ഫലോലഖിന അജ്മിയുൻ, ഒരു അജ്മിയെ, അറബി അറിയാത്തവൻ സംസാരിച്ചാൽ, ഉച്ചരിച്ചാൽ അഷ്ഹദതൈനി, രണ്ട് ഷഹാദത്തിനെയും, അഥവാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഉച്ചരിച്ചാൽ ബിൽ അറബിയത്തി, അറബി ഭാഷയിൽ അവന് അതിനെ ഉച്ചരിച്ചു, അവൻക്ക് അർത്ഥം അറിയില്ല. ഫതലഫ്ഫള ബിഹിമ, അങ്ങനെ അവൻ അറബി ഭാഷയിൽ അതിനെ ഉച്ചരിച്ചു. വഹുവ ലാ യഅരിഫു മഅനാഹുമ, അവൻ അതിൻ്റെ അർത്ഥം അറിയില്ല. ലം യുഹ്കം ബി ഇസ്ലാമിഹി, അവൻ മുസ്ലിമായി എന്നവന് വിധി പറയുകയില്ല. അപ്പോൾ അവൻ മുസ്ലിമായി എന്ന് പറയൂല, കാരണം അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടേ ഉച്ചരിക്കാൻ പറ്റുകയുള്ളൂ. വഅൻ യുറത്തിബ, അത് തെർത്തീബായിട്ട് പറയണം, അഥവാ തുടക്കത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തന്നെ പറയണം. പിന്നെയാണ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയേണ്ടത്. അതല്ലാതെ നേരെ ഓപ്പോസിറ്റായിട്ട് പറഞ്ഞാൽ അത് അംഗീകരിക്കുകയില്ല.
ഫലോ അഖ്സ ഫി ഷഹാദത്തൈനി ലം യസിഹ ഇസ്ലാമുഹു അലൽ മുഅ്തമദി. ഫലോ അഖിസ, അവനെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞു, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞു. ഫി ഷഹാദത്തൈനി, ഷഹാദത്തൈനി പറയുന്ന സമയത്ത് ലം യസിഹ ഇസ്ലാമുഹു അലൽ മുഅ്തമദി, മുഅ്തമദായിട്ടുള്ള പ്രബലമായ അഭിപ്രായ പ്രകാരം അവൻ്റെ ഷഹാദത്ത് സ്വീകരിക്കുകയില്ല, ശരിയായിട്ടില്ല, അവൻ മുസ്ലിം അല്ല എന്ന് പറയും. വഅയ്യുവാലിയ ബൈനഹുമ, അത് രണ്ടും തുടരെ തന്നെ പറയണം. ഫലൗ തറാഖത് അസ്സാനിയ അനിൽ ഊല, ഒന്നാമത്തെ ഷഹാദത്തിനെ തൊട്ട് രണ്ടാമത്തെ ഷഹാദത്ത് പിന്തി വന്നാൽ ലം യസിഹ ഇസ്ലാമുഹു, അവൻ്റെ ഇസ്ലാം ശരിയാവുകയില്ല. അലൽ മുഅ്തമദി ഐലൻ, പ്രബലമായ അഭിപ്രായം അങ്ങനെയാണ്. വഅയ്യകൂന ബാലിഗൻ ആകിലൻ, അവന് ബുദ്ധിയുള്ള തൻ്റെടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ കഴിയുന്ന രൂപത്തിലാവണം ഉച്ചരിക്കേണ്ടത്. അങ്ങനത്തെ ഒരാൾ ഉച്ചരിച്ചാലേ അത് സ്വീകരിക്കുകയുള്ളൂ. ഫലാ യസിഹു ഇസ്ലാമു ഗൈരിഹിമ ഇല്ലാ തബഅ, ഫലാ യസിഹു സ്വീകരിക്കുകയില്ല ഇസ്ലാമു ഗൈരിഹിമ, ആക്കിലും ബാല്യവുമല്ലാത്ത ഒരാൾ മുസ്ലിമായാൽ അത് അംഗീകരിക്കുകയില്ല. ഇല്ലാ തബിഅൻ, പിമ്പറ്റൽ കൂടൽ അല്ലാതെ, പിമ്പറ്റിക്കൊണ്ടല്ലാതെ. അഥവാ നമ്മുടെ ഉമ്മമാര് മുസ്ലിമായത് കാരണത്താൽ നമ്മൾ ചെറുപ്പത്തിലേ മുസ്ലിമാണ്, അതാണ് തബിഅ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒഴികെ അങ്ങനെയാണെങ്കിൽ ഓക്കെ ഇസ്ലാമാണ്. വഅല്ലാ യുൽഹിറ മിൻഹു, അവനിൽ നിന്ന് പ്രകടമാവാതിരിക്കണം. ഒന്ന് യുനാഫി അൽ ഇൻഖിയാദ, അള്ളാഹുവിന് പൂർണ്ണമായിട്ട് കീഴ്പ്പെട്ട് ജീവിക്കുക എന്നുള്ളത് പറയുമ്പോൾ, അൽ ഇൻഖിയാദ് എന്ന് പറയുമ്പോൾ അതാണല്ലോ അള്ളാഹുവിനോട് പൂർണ്ണമായി അടിമപ്പെട്ട് ജീവിക്കുക എന്നാണ്. അതിന് എതിരാവുന്ന തരത്തിൽ എന്തെങ്കിലും കണ്ടാൽ അതും അവന് മുസ്ലിമല്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ ഫലാ യസിഹു ഇസ്ലാമു സാജിദി ലിസനമിൻ ഫി ഹാലി സുജൂദിഹി, ഒരാൾ മുസ്ലിമായി അവൻ എന്നിട്ട് ബിംബത്തിന് പോയി സുജൂദും ചെയ്താൽ അവൻ മുസ്ലിമല്ല എന്നാണ് നമ്മൾ വെക്കുക. ഫി ഹാലി സുജൂദിഹി, അവൻ സുജൂദ് ചെയ്യുന്ന സമയത്ത്. പിന്നെ അതിനുശേഷം ഷഹാദത്ത് ചൊല്ലിയാൽ ഓക്കെ, അവന് എന്തായി, മുസ്ലിമായി. വഅയ്യകൂന, അവനാവണം മുഖ്താറൻ, അവൻ സ്വയഷ്ടപ്രകാരം മുസ്ലിമായവനാവണം. ഫലാ യസിഹു ഇസ്ലാമുൽ അൽ മുക്രിഹിൻ്റെ അഥവാ ഒരാളെ നിർബന്ധിപ്പിച്ച് മതപരിവർത്തനം ചെയ്താൽ അവൻ്റെ ഇസ്ലാം സ്വീകരിക്കുകയില്ല. ഇല്ല ഇദാ കാന ഹറബിയൻ ഔ മുർത്തദ്ദൻ, അവന് ഹർബിയായാലൊഴികെ മുർത്തദ്ദായാലൊഴികെ. എന്താ ഹർബി എന്ന് പറയുമ്പോൾ? ഹർബിയായ കാഫിർ എന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങളോട് ശത്രുതപരമായ സമീപനം നടത്തുന്ന രൂപത്തിൽ അവരെ ബുദ്ധിമുട്ടിച്ച് ഇസ്ലാമിനെ പൂർണ്ണമായിട്ട് എതിർക്കുന്ന, അതുപോലെ മുസ്ലിമീങ്ങളോട് സൗഹാർദ്ദപരമായി വർത്തിക്കാത്ത കാഫിറിനെ പറ്റിയിട്ടാണ് കാഫിറുൻ ഹറബിയുൻ എന്ന് പറയാം. ഹറബിയായ കാഫിർ, ഹറബി കേട്ടോ. അപ്പോൾ അവരെ നിർബന്ധിപ്പിച്ച് നമ്മൾ എന്താക്കാം, ഇസ്ലാമിലേക്ക് കൊണ്ടുവരാം. അതുപോലെ മുർത്തദ്, നമ്മൾ മുസ്ലിമായി പിന്നെ മുർത്തദ്ദായി പോയാൽ അവനെയും നമ്മൾ എന്താവാം, നിർബന്ധമായിട്ട് അവനോട് പറയണം, അവൻ ഇസ്ലാമിലേക്ക് വരാൻ തന്നെ അവനോട് കൽപ്പിക്കണം. അതാണ് അവരുടെ കേസ്. അവൻ നിഷേധിച്ച കാര്യങ്ങളൊക്കെ അവൻ അംഗീകരിക്കണം. അഥവാ അള്ളാഹു ഇല്ല എന്ന് നിഷേധിച്ചവനാണെങ്കിൽ അള്ളാഹു ഉണ്ട്, ഏകനാണ് എന്നൊക്കെ അവന് അംഗീകരിക്കണം, വിശ്വസിക്കണം. അവൻ മടങ്ങി വരണം. ഒന്നിനെ തൊട്ട് ഇസ്തബഅഹു, അതിനെ അവൻ ഹലാലാക്കി, അങ്ങനത്തെ ഒരു കാര്യത്തെ തൊട്ട് അവൻ മടങ്ങി വരണം. ഇൻകാന കുഫ്റുഹു, അവൻ്റെ കുഫറാണെങ്കിൽ യജ്ഹദു മുജ്മഅ അലൈഹി, യജ്ഹദു ആ കുഫർ നിഷേധിക്കും, മുജ്മഅ അലൈഹി പണ്ഡിതന്മാർ ഏകോപിച്ച അഭിപ്രായങ്ങളെ നിഷേധിച്ചു കളയുന്ന രൂപത്തിലുള്ള കുഫറാണെങ്കിൽ അവൻ അതിനൊക്കെ വീണ്ടെടുക്കണം, അഥവാ അതിനൊക്കെ അംഗീകരിക്കണം. ഇസ്തിബാഹത മുഹറമിൻ കദാലിക, അഥവാ പണ്ഡിതന്മാർ ഏകോപിച്ച് ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ആ കാര്യം അത് അവൻ ഹലാലാക്കിയാൽ അതിനെ ഹറാമായിട്ട് അവൻ അംഗീകരിക്കണം. എന്നാൽ അത് ഇസ്ലാമിൽ ഹറാമാണെങ്കിൽ അത് ഹറാമായിട്ട് തന്നെയാണ് അവൻ അംഗീകരിക്കേണ്ടത്. ഇസ്ലാം പാടില്ല എന്ന് പറയുമ്പോൾ പാടില്ല എന്നാണ് അവൻ വെക്കേണ്ടത്. അഥവാ ഓൻ കാഫിറാകുന്ന സമയത്ത്
അവനതിനെ അംഗീകരിച്ചാൽ, ഇപ്പോൾ കള്ള് കുടിക്കൽ ഹലാലാക്കിയാൽ, അവൻ കാഫിറാവുന്ന സമയത്ത് കള്ള് കുടിക്കൽ ഹലാലാക്കിയാൽ അവന് മുസ്ലിമാവുമ്പോൾ അത് ഹറാമാണ് എന്ന് വെക്കണം. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇസ്ലാമിൻ്റെ ഒരു രീതി പറഞ്ഞു. അമ്മ ഹക്കീഖത്തുൽ ഇഹ്സാൻ, ഇനി ഇഹ്സാനിൻ്റെ പരിപൂർണത എന്താ? ഫഹിയ അൻ യഅ്ബുദ അൽ അബ്ദു, ഒരു അടിമ ആരാധിക്കലാണ് റബ്ബഹു, അവൻ്റെ റബ്ബിനെ, കഅന്നഹു യറാഹു, അവൻ ആരാധിക്കുന്ന സമയത്ത് റബ്ബ് കാണുന്നുണ്ട് എന്ന വിചാരത്തിൽ, ചിന്തയിൽ. കമാ ഫി ഹദീസ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ നീണ്ട ഒരു ഹദീസ് ഉണ്ടല്ലോ, എന്താണ് ഇസ്ലാം, എന്താണ് ഈമാൻ, എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞിട്ട് നബി തങ്ങളോട് ചോദിക്കുന്ന, സംഭാഷണ രൂപത്തിൽ ചോദിക്കുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ. ആ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അടിമ ആരാധിക്കലാണ്. അൻ തഅ്ബുദല്ലാഹ കഅന്നക തറാഹു, അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്നുള്ള രൂപത്തിൽ നീ അള്ളാഹുവിനെ ആരാധിക്കണം എന്നുള്ളതാണ്. ഓക്കെ, വഖാൽ അൽ ജലാൽ അൽ മഹല്ലി, ജലാലുദ്ദീൻ അൽ മഹല്ലി തങ്ങൾ പറയുന്നുണ്ട്, ഹഖീഖത്തുൽ ഇഹ്സാനി, ഇഹ്സാനിൻ്റെ പരമമായിട്ടുള്ള രൂപം എന്താ? മുറാഖബത്തുല്ലാഹി, അള്ളാഹുവിനെ നേരിട്ട് നിരീക്ഷിക്കുക, ഫി ജമീഉൽ ഇബാദി, അഥവാ ദർശിക്കുക, ഫി ജമീഉൽ ഇബാദി, എല്ലാ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്തും, അശാമില ലിൽ ഈമാനി വൽ ഇസ്ലാമി, ഈമാനോട് കൂടെ അതുപോലെ ഇസ്ലാമോട് കൂടെ നമ്മൾ അള്ളാഹുവിനെ എന്താവുക? ദർശിക്കുക. എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഉണ്ട്, കാണുന്നുണ്ട് എന്ന രൂപത്തിൽ നമ്മൾ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാം. ഹത്താ, അങ്ങനെ, തഖഉ ഇബാദാത്തുൽ അബ്ദി, ഒരു അടിമയുടെ എല്ലാ ഇബാദാത്തും സംഭവിക്കും, കുല്ലുഹ, എല്ലാ ഇബാദത്തും സംഭവിക്കും, ഫി ഹാലിൽ കമാലി മിനൽ ഇഖ്ലാസി വഗൈരി, ഇഖ്ലാസ് ആത്മാർത്ഥത, അതുപോലെ നിഷ്കളങ്ക തുടങ്ങിയിട്ടുള്ള ബാക്കിയുള്ള എല്ലാ പരിപൂർണ രൂപത്തിലും, പരിപൂർണതയിലേക്ക് എത്തുന്ന എല്ലാ രൂപത്തിലും അവൻ്റെ ഇബാദത്ത് സ്വീകരിക്കും എന്ന രൂപത്തിലാവണം നമ്മുടെ ഇബാദത്ത് സംഭവിക്കേണ്ടത്. അതാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.